മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ 1,24,000 അമ്പിയാക്കളാണ് തൗഹീദിൻ്റെ പ്രകടനത്തിന് വേണ്ടി, അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി, കർമ്മപദത്തിൽ അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്ത് വന്നിട്ടുള്ളത്. അതിൽ 313 ആളുകൾ മുർസലുകളാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട 5 ആളുകൾ ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അവരുടെ നേതാവാണ് സയ്യിദുൽ അംബിയ ഖാതിമുൻ നബിയീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയായതാണ്. സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് നമ്മക്കാണ്. ലൈലത്തുൽ ഖദർ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മറ്റൊരു ഉമ്മത്തിനും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ലോകത്തെ ഒരുപാട് ഫളായിലുകൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സമൂഹമാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറയുന്നത്. തൗഹീദ് പ്രപഞ്ചത്തിലെ, ദുനിയാവിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ സുയിപ്പുണ്ടായാൽ വേഗം പള്ളിക്കെന്ന് ഒരു ബാങ്കാണ് കൊടുക്കും. ബാങ്ക് അല്ലാഹു അക്ബർ എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവ്വലുമൻ ഖാലഹ സയ്യിദുന ഇബ്രാഹിം എന്നാണ്. ആദ്യമായി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. ഈ ഉമ്മത്തിന് ഏറ്റവും കൂടുതലായ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലാണ്. 2 കാലുകൊണ്ട് ദൈവത്തിൻ്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന ആൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്നാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയെ ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ വാഹിദ. ഉമ്മത്ത് പറഞ്ഞാൽ ഒരു സംഘം എന്നാണ്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് എന്നാണ്. ഉമ്മത്തും വാഹിദ എന്നുള്ളതിൻ്റെ മലയാളമാണ് ഒറ്റയാൾ പട്ടാളം എന്നത്. ലോകത്തൊരുപാട് അമ്പിയാക്കൾ വന്നു. അവരൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് പറഞ്ഞു. അതേസമയത്ത് തൗഹീദ്, ഈമാന് തുടങ്ങിയ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പം നമ്മൾ പറയുന്ന തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിലും അത് വരണമെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് ഉണ്ടായിരിക്കണം. കാരണം ഈമാൻ എന്നത് മസ്തിഷ്കബന്ധിതമായ ബുദ്ധിയിൽ ഒതുങ്ങുന്നൊരു സാധനമല്ല. കാഫിര്യങ്ങളെക്കുറിച്ച് പറഞ്ഞോട് തന്നെ ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ എന്നാണ്, ലഹും റുഊസുൻ ലാ യഅഖിലൂന ബിഹാ എന്നല്ല. അതായത് മനുഷ്യന് മസ്തിഷ്കബന്ധിതമായ ചിന്തയുണ്ട്, ഹൃദയബന്ധിതമായ ചിന്തയും ഉണ്ട്. ബന്ധിതമായ ചിന്തയിൽ ഈമാൻ ഒതുങ്ങി കിട്ടൂല. അതുകൊണ്ട് ആലോചിച്ചിട്ട് മുസ്ലിം ആകുക എന്നുള്ളത് ആർക്കും ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റൂല, എന്നാലും ഉണ്ടാവില്ല എന്നതാണ് ശരി. അപൂർവമായി ആർക്കെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ കിട്ടിയേക്കാം. ഇസ്ലാം ദീന് കിട്ടിയ ആൾക്കാർക്കൊക്കെ മുഹമ്മദ് നബിനെ കിട്ടിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒപ്പം ഈമാൻ കിട്ടിയതാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്താകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് നബിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത എന്നതാണ്. അത് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടോ അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. എത്രത്തോളം ഒരാൾക്ക് മനസ്സിലായാൽ കുറവുണ്ടോ അതിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ വരും. കുറേ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നിരീശ്വരവാദമുണ്ട്, യുക്തിവാദമുണ്ട്, ലിബറലിസമുണ്ട്, സർവമത സത്യവാദമുണ്ട്, സ്ത്രീ പക്ഷപാതമുണ്ട്. നാളെ ആശുപത്രി ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അത് രക്തവാദ ഇക്കാരം എന്ന് പറഞ്ഞു, കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട്. അപ്പോൾ അത് വരെ വാദമാണ്, മൊത്തത്തിൽ വാദമാണ്. അപ്പോൾ ഈ വാദങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ളതാണ്. നമുക്ക് ആദ്യം എല്ലാറ്റിനെയും ഒതുക്കാവുന്ന ഒരു അസ്ല് പറഞ്ഞ് പിന്നെ സമയത്തിനനുസരിച്ച് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അല്പാൽപമായി പരിശോധിക്കുകയും ചെയ്യാം. ആദ്യം പറയാനുള്ളതും അവസാനം പറയാനുള്ളതും ഒരേ കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞാലും ഈമാണ്ടാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായാൽ തന്നെ ഉണ്ടാവുള്ളൂ, മുത്തുനബിനോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള വർത്താനമൊക്കെ അതിനെ ഇത് ചെയ്യുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് നേരെ മോത്തോക്കി പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങളെ അള്ളാഹു നബിയാക്കി നിയോഗിക്കുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. സയ്യിദത്തുന ഖദീജ, ഉമ്മുന ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖദീജ ബീവിയും വറഖത്ത് ബിൻ നൗഫലും കുടുംബക്കാരാണ്, എളാപ്പ മുത്താപ്പ മക്കളിൽ പെട്ടതാണ്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഖദീജ ബീവി വറഖത്ത് ബിൻ നൗഫലിനെ എപ്പോഴും കാണൽ പതിവുണ്ട്, സംസാരിക്കലും പതിവുണ്ട്. പ്രായം കൂടുതലുള്ള ആളാണ് വറഖത്ത് ബിൻ നൗഫൽ. പൂർവ്വകാല വേദങ്ങൾ പഠിച്ചിട്ടുള്ളൊരു പണ്ഡിതനാണ്. ഒരിക്കൽ വറഖത്ത് ഖദീജ ബീവിയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹ, അവസാനത്തെ പ്രവാചകൻ നമ്മളെ നാട്ടിലാണ് വരിക, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹം ജനിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഈ നാട്ടിൽ നബിയാകാൻ പറ്റിയ ആരാണുള്ളത് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പൈസ ഉണ്ട്, ആൾക്കാരും ഉണ്ട്, കച്ചവടമുള്ള ജോലിക്കാരുണ്ട്, ഇഷ്ടംപോലെ പൈസയുണ്ട്. അതുകൊണ്ട് അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി ആൾ ഏർപ്പാട് ചെയ്തു. മക്കത്ത് ഓരോ മനുഷ്യന്മാരെ അരിച്ച് പെറുക്കി തെരഞ്ഞു. അബൂജാഹിൽ പറ്റൂല, അബൂ സുഫിയാൻ പറ്റൂല. ഇങ്ങനെ ഓരോരുത്തരെയും പഠിച്ചു നോക്കുമ്പോൾ പറ്റണ ഒരാളെ കിട്ടി. അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദിനെ പറ്റും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മനസ്സിലായി. ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുമ്പോൾ അബൂ താലിബിന് ഒരു ദിവസം വൈക്കന്ന് കണ്ടു. അബൂ താലിബിനോട് പറഞ്ഞു, ഞാനിങ്ങനെ കച്ചവടത്തിന് ആൾക്കാരൊക്കെ പറഞ്ഞയക്കുമ്പോൾ കുറച്ച് പുതിയ ആൾക്കാരെയും കൂടിയും പറഞ്ഞയക്കണം എന്നൊരു ഉദ്ദേശമുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഞ്ചൻ്റെ മകൻ അബ്ദുള്ളാൻ്റെ മകൻ മുഹമ്മദിനൊന്ന് പറഞ്ഞയച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആണുങ്ങളെ കൂലി കൊടുത്തോളാറുണ്ട്. ഒരാണിൻ്റെ കൂലിയാണ് സ്ഥിരം കൊടുക്കുക, ഇത് 2 എണ്ണം കൊടുത്തോളാറുണ്ട്. അബൂ താലിബ് വീട്ടിൽ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ, ഖദീജ ഇങ്ങനെ കച്ചവടത്തിന് ആളൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്, പുതിയ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് പറ്റുമെങ്കിൽ ഒന്ന് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഒജീനം കഴിക്കാമല്ലോ. ഈ അബൂ താലിബ് സന്താനങ്ങൾ അധികരിച്ച ആളും സമ്പത്ത് കുറഞ്ഞ ആളുമാണെന്ന് നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിലുണ്ട്. ഒരുപാട് സന്താനങ്ങളുണ്ട്, മക്കളും പേരക്കുട്ടികളായിട്ട് പേര നിറച്ച ആൾക്കാരുണ്ട്. തമാശക്ക് പറയലുണ്ട്, ഒരു സ്കൂൾ തുടങ്ങാനുള്ള ആൾക്കാർ പേരെ തന്നെ ഉണ്ട്. എന്നാൽ സമ്പത്ത് അതിനനുസരിച്ചില്ല, കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു ഉഷാറാണ് എന്നുള്ള നിലയിൽ മുഹമ്മദിനോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളത് കേട്ടേക്കിന് എന്നാൽ ഒന്ന് പോയി നോക്കാൻ എഴുതിയിട്ട് അങ്ങനെ ഖദീജ ബീവിനെ കാണാൻ വേണ്ടി പോയപ്പോൾ തട്ടുള്ള പെരയാണ് അക്കാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പെര. ഖദീജ ബീവിൻ്റെ പെരൻ്റെ മേലെ, തട്ടിൻ്റെ മേലെ മച്ചിലിരുന്ന് നബി തങ്ങൾ വരുന്നത് കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനെ ഇൻ്റർവ്യൂ ഇല്ലാതെ സെലക്ഷൻ കൊടുത്തു, ചോദിക്കാനും പറയാനൊന്നുമില്ല, അപ്പം തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ നബി തങ്ങൾ കച്ചവടത്തിന് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടത്തിന് പോകുമ്പോൾ മൈസറത്തിനെയും കൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട്. സാധാരണ പോണ ആൾക്കാരൊക്കെ വേറെ ഉണ്ട് കേട്ടോ. നബി തങ്ങളും കച്ചവടം ചെയ്യണ്ട, മൈസറത്തും കച്ചവടം ചെയ്യണ്ട. നബി തങ്ങൾക്ക് മൊത്തത്തിലൊരു നേതൃത്വം കൊടുത്താൽ മതി, നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താൽ മതി. കച്ചവടം ചെയ്യാൻ എല്ലാ പ്രാവശ്യവും പോണ ആൾക്കാരൊക്കെ ഒപ്പം പോരുന്നുണ്ട്, ഓരോ ഒഴിവാക്കിയിട്ട് നബിനാക്കിയതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മൈസറത്തിനുള്ള ഡ്യൂട്ടി എന്താ? മൈസറത്ത് ആണാണ് കേട്ടോ. അവസാനം എന്ന് കണ്ടുകൊണ്ട് പെണ്ണാന്ന് ചില കുട്ടികൾക്ക് തോന്നലുണ്ട്, ആണാണ്. ഹംസത്ത് എന്നൊക്കെ പറഞ്ഞ ആണ് തന്നെയാണല്ലോ, അതേമാതിരി. അപ്പം മൈസറത്തിനുള്ള ജോലി എന്താ വെച്ചാൽ, ഈ യാത്രയിൽ എന്തെങ്കിലും അത്ഭുത സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കി മനസ്സിലാക്കിയിട്ട് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ തിരിച്ചു വന്നാൽ ഖദീജ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയറി എഴുത്താണ് ഇവരുടെ ജോലി. അതാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒപ്പം അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ യാത്രയിൽ അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ. മേഘങ്ങൾ നിഴലിട്ട് കൊടുക്കുക, നബി നടക്കണേന് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് മേഘങ്ങൾ ഇങ്ങനെ പോവുക. മരച്ചോട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോൾ പുരോഹിതൻ വന്ന് ഇത് അവസാന പ്രവാചകനാണെന്നറിയിക്കുക. 2 വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്നാണ്. സാധാരണ ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് വിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കച്ചവടം അതിൻ്റെ ദോഷം പറഞ്ഞിട്ടാണ് വിറ്റത്. ഇപ്പം നമ്മൾ ഈ ഫോണ് കച്ചവടമാക്കുകയാണെങ്കിൽ
ഇതിൻ്റെ ഗുണമാണല്ലോ പറയുക. ഇതിങ്ങനെ S24 എന്ന് പറയുന്ന ഫോണാണ്, ഇത് ഐഫോണിൻ്റെ നേരെ അഞ്ചനാണ്, ഒരേ പെരയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുക. അങ്ങനെയാണ് സാധാരണ ഒരു കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന കോയിൽ അലൂമിനിയം ആയതുകൊണ്ട് ഇത് വേഗം ചൂടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഇതിൻ്റെ കൊണ്ടോണ സാധനങ്ങളുടെ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് കച്ചവടം. എന്നിട്ട് അതാണ് ഒരത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, അങ്ങനെ പറഞ്ഞ് വിറ്റിട്ട് തന്നെ മാർക്കറ്റിലെത്തുന്നതിൻ്റെ മുമ്പ് സാധനം കഴിഞ്ഞു. വൈക്കം തന്നെ കച്ചവടമായി എന്നർത്ഥം. കൊണ്ടുപോയ സാധനങ്ങൾ ചന്തയിലെത്തുന്നതിൻ്റെ മുമ്പ് തീർന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന പൈസക്ക് മക്കത്തില്ലാത്ത സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങി. എന്നിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ നാട്ടിലെത്തിയപ്പോഴേക്ക് ഈ സാധനം വിറ്റു തീർന്നതിനാൽ വർദ്ധിച്ച ലാഭം ലഭിച്ചു. ഖദീജ ബീവി പറഞ്ഞതിൻ്റെ ഇരട്ടി ശമ്പളം കൊടുത്തു. ആദ്യം പറഞ്ഞതിൻ്റെ ഇരട്ടിയാണ് കൊടുത്തത്, അതിൻ്റെ ഇരട്ടിയാണ്. ഈ വിവരം മുഴുവനും മൈസറത്ത് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോൾ ഉറപ്പായി ഇത് നമ്മളെ തരുന്ന ആൾ തന്നെയാണ് എന്ന്. സ്വാഭാവികമാണ്, നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഒരാളിൽ കണ്ടാൽ അയാൾക്ക് ശരീരവും മനസ്സും സമ്പത്തും അർപ്പിക്കണമെന്ന തീരുമാനം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഖദീജ ബീവിക്ക് ഉണ്ടായതാണ് കല്യാണാലോചന. അല്ലാതെ ഞമ്മക്കിങ്ങനെ തോന്നും ചിലപ്പം പറഞ്ഞു കേട്ടാൽ അതിങ്ങനെ ഏതോ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് കണ്ട് ചുറ്റി കഴിച്ചപ്പോൾ തോന്നിയതാണ് എന്ന്. നുബുവത്തിൻ്റെ നൂറാനിയത്ത് ഉറപ്പെന്ന് തോന്നിയപ്പോൾ ഇനി ആ മനുഷ്യന് സമ്പത്ത് അർപ്പിക്കണം, ശരീരം അർപ്പിക്കണം, റൂഹും അർപ്പിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഭാര്യയാകുക. അതുകൊണ്ട് അതിനെന്തേലും വഴിയുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായി കടന്നു വന്നു. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇസ്ലാമൊക്കെ ഉണ്ടായി, പ്രബോധനമൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഒരു ദിവസം പറഞ്ഞതാണ്, നബിയെ നിങ്ങൾ അള്ളാഹു നബിയാക്കണതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നബിയാണെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മുഹമ്മദ് നബി കൽബിൽ കയറുന്നതിൻ്റെ പേരാണ് ശരിക്കും ഈമാന് എന്ന് പറഞ്ഞത്. അതണ്ട് കയറിയിട്ടുണ്ടോ ഈമാൻ അവിടെ നിൽക്കും. അപ്പോൾ ബാക്കിയുള്ള പഠനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. സംവാദങ്ങൾ വളരെ നല്ല തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംവാദം കൊണ്ട് ആരും ഇസ്ലാമിക്ക് വരുമൊന്നുമില്ല. ഉള്ളവർക്ക് ഉറക്കാൻ പറ്റും, ഉള്ള ആൾക്കാർക്ക് ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പറ്റും. അതേ സമയത്ത് ആവശ്യമുള്ള തന്നെയാണ്, നമ്മളതിനെ മോശമാക്കൊന്നും വേണ്ട. പക്ഷെ അതിന് 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, അഗാധമായ ജ്ഞാനം, അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തേത് കൂർമ്മ ബുദ്ധി ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് ഇന്നത്തെ കാലത്തൊക്കെ സംവാദം നടത്തണമെങ്കിൽ അത്യാവശ്യം പൈസയും കൂടി വേണം, എന്നാലേ നടക്കുകയുള്ളൂ. അങ്ങനെ 3 കാര്യങ്ങൾ അതിനുണ്ടായിരിക്കണം. വേണ്ട തന്നെയാണ്, വളരെ ഉഷാറാണ്. സംവാദം നടക്കണമെങ്കിൽ ആദ്യം വാദം ഉണ്ടാവണം, അല്ലാതെ സംവാദം നടക്കൂലല്ലോ. വാദം ഉണ്ടെങ്കിലാണ് സംവാദം നടക്കുക. ഒരാൾ ഇപ്പോൾ പകലാണെന്ന് വാദിക്കുന്നു, വേറൊരാൾ അല്ല ഇപ്പോൾ രാത്രിയാണെന്ന് വാദിക്കുന്നു. ഒരേ സാധനത്തിൽ 2 വാദം ഉണ്ടെങ്കിൽ ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, ഒരാൾ അള്ളാഹു ഇല്ല എന്ന് വാദിക്കുന്നു, സംവാദം ഉണ്ടാവും. ഒരാൾ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്നു, മറ്റൊരാൾ അള്ളാഹു ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ സംവാദം നടക്കൂല. ഒരു വാദവും അതിനൊരു എതിർവാദവും ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് സംവാദം നടക്കുക. അല്ലെങ്കിൽ വെറുതെ കൊണ്ട് വർത്തമാനം പറയാൻ പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പേര് മാറിയതുകൊണ്ടും സംവാദം നടക്കൂല. ഇപ്പം അത് പകലാണ്, വേറൊരാൾ പറഞ്ഞു അല്ല രാത്രിയാണ് എന്ന്. അപ്പം നമ്മൾ പറഞ്ഞു കണ്ടില്ലടാ ലൈറ്റ് കണ്ടില്ലേ, അതന്നെയല്ലേ ഞാൻ പറഞ്ഞത് രാത്രിയാണ് എന്ന്. എന്നാണ് ഓൻ പറഞ്ഞത്, സംവാദം നടക്കൂല. അപ്പം നമ്മൾ അവനോട് പറഞ്ഞു ആൾക്കാരൊക്കെ ഇരിക്കണത് നമുക്കിങ്ങനെ കാണാണ്ടല്ലോ, ഇവിടെ കാര്യം എന്ന് വെച്ച് നോക്കാറുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു അതന്നെ, അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ രാത്രിയാന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഓൻ എന്താ സംഭവിച്ചാൽ പേര് മാറിയതാണ്. നമ്മൾ പകല് നിട്ടതിൻ്റെ പേര് ഓന് രാത്രി നിട്ടതാണ്. അതിമഞ്ഞ് സംവാദം നടക്കൂല. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയാനേ പിന്നെ അതിൽ നടക്കുള്ളൂ. ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിന് അള്ളയാണ് എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അത് പ്രകൃതിയാണ് എന്ന് പറഞ്ഞു. ഒരേ സാധനത്തിന് 2 പേരിട്ടിട്ട് പിന്നെ സംവാദം നടക്കൂലല്ലോ. അങ്ങനെ ഇടാൻ പറ്റൂല എന്നുള്ളത് വേറെ ഒക്കെ വേണമെങ്കിൽ സംവദിക്കുക എന്നുള്ളത് ഒഴിച്ചാൽ ഇട്ടാലിട്ടില്ലെങ്കിലും സംഗതി ഒന്ന് തന്നെയാണല്ലോ. പേരിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇലാഹിയത്തിൻ്റെ അള്ളാഹു ഉണ്ട് എന്ന വാദത്തെയാണ് ഇലാഹിയത്ത് എന്ന് പറയുന്നത്. ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ളതിനെയാണ് നമ്മൾ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അവിടെ പേരിൻ്റെ ഒരു പ്രശ്നം കിടക്കുകയുണ്ട്. കാരണം
മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അല്ലാഹു എന്നത്. അള്ളാഹ്ക്ക് അള്ളാഹ് എന്നുള്ള പേര് ആരിട്ടതാ? അള്ളനിട്ടതാണ്. മഅബൂദായ ഇലാഹിന് അവൻ തന്നെ നൽകിയിട്ടുള്ള പേരാണ് അല്ലാഹു എന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിഭാഷ ഉണ്ടാവില്ല. പേരിന് ശരിക്കും ഇപ്പം എൻ്റെ പേരിൻ്റെ വാപ്പ എനിക്ക് ഇട്ടത് സാലിം എന്നാണ്. അഹമ്മദ് സാലിം എന്നുണ്ട്, സൗകര്യത്തിന് സാലിം എന്നാ പറയല്. മറ്റേത് എഴുത്തിൽ എൻ്റെ ആധാർ കാർഡിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പറച്ചില്ല അഹമ്മദ് സാലിം, ഇല്ല സാലിം എന്ന് പറയും. സാലിം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം രക്ഷപ്പെട്ടോന് എന്നാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ജുമാക്ക് പള്ളിക്കൊക്കെ നടന്നു പോകുമ്പോൾ ഒരാൾ പീഡിയക്കൊലയും എന്നിട്ട് രക്ഷപ്പെട്ടോനെ എവിടുക്കാ പോണതെന്ന് ചോദിച്ചാൽ ഞാൻ നോക്കൂല. കാരണം ഇതിൻ്റെ പേരല്ല. എൻ്റെ പേര് മലയാളത്തിലും സാലിമാണ്, എൻ്റെ പേര് തമിഴിലും സാലിമാണ്, എൻ്റെ പേര് ഇംഗ്ലീഷിലും സാലിമാണ്. എൻ്റെ പേര് ഇനി ഒരാൾ സംസ്കൃതത്തിൽ വർത്താനം പറയുകയാണെങ്കിൽ അതിലും പേര് സാലിം തന്നെയാണ്. മഅബൂദായ ഇലാഹിന് അവൻ നൽകിയിട്ടുള്ള പേരാണ് അല്ലാഹു എന്ന പേര്. അത് മലയാളത്തിലും അങ്ങനെ തന്നെയാണ്,